ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്താണ് ഈ ഒരു പോർഷൻ ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇട്ട് കാണിക്കാം. അതായത് നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, പൊഴുതന സ്കൂളിൽ. അപ്പോൾ അവരുടെ വീഡിയോ ടി വിയിലിട്ട് കണ്ടപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ വീഡിയോ എടുത്ത് അയച്ചതിൽ എല്ലാ ഭാഗമൊന്നും ക്ലാരിറ്റി ഉള്ളതല്ല, അതിൽ കുറച്ച് ഭാഗം ക്ലിയറായിട്ട് കണ്ട ഭാഗം മാത്രം ഞാൻ കാണിക്കാം. ഇനിയും ഒരു പക്ഷേ ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ അവർക്ക് ഇനി വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എടുത്ത് അയക്കണമെന്ന്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം. കുറച്ച് അവരുടെ സന്തോഷം നമുക്ക് കണ്ടിട്ട് പിന്നെ നോർമൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവരെ ടി വിയിൽ കണ്ടപ്പോഴത്തേനും ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെ ഓരോരുത്തരും അവരവരെ കാണുമ്പോഴത്തേനും അതാ ഞാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും താങ്ക് യു കേട്ടോ, ഇവരൊക്കെ ഇങ്ങനെ ഒരു കാണിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. ആരത്? സൗദനെ കണ്ട? സൗദേ കണ്ട? അപ്പോൾ വേർത്തിട്ട് ഇപ്പോഴും ഡാമിൻ്റെ പണി നടക്കുക. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കുഞ്ഞാവേയും കിച്ചും കൂടെ പോയി ആറ്റിപ്പോയി, വെള്ളം ഇറങ്ങി കിടക്കുക, ആറ്റിപ്പോയി വണ്ടിയുടെ ഡിക്കിയിൽ വെള്ളം വെച്ചോണ്ട് വന്നു 2-3 റൗണ്ട്. അങ്ങനെ ഞങ്ങൾ ലാവിഷായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. കുടിക്കുന്ന വെള്ളം കിട്ടും, അല്ലാതെ വെള്ളം ബുദ്ധിമുട്ട്. അണ്ണാണി ഒന്ന് കുഞ്ഞാവെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ആ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഇതെപ്പോഴാണ് വന്നേ? അണ്ണാൻ്റെ പുറകെ വന്നാ? എപ്പോൾ വന്നതാ? ഉമ്മ പോയെ? ഉമ്മ എന്നെ കണ്ണൊട്ടിച്ച് പോയി. ആ മോളെ കണ്ടു. ഗുഡ് മോർണിംഗ്. ആരൊക്കെയാ അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വന്നേക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഇത് ആരൊക്കെയാ ഇത്? എൻ്റെ ചുമന്ന ടീം എല്ലാം ഉണ്ടല്ലോ. ഇത് പിന്നെ മഴ കാരണം എല്ലാം നനഞ്ഞു കിടക്കുക. ഇങ്ങോട്ട് ഇറങ്ങിക്ക് ബാ. എന്താ രാവിലത്തെ കാഴ്ച നോക്കി. ആകാശത്തിൻ്റെ ഭംഗി നോക്ക്. പറഞ്ഞു ചെയ്യിച്ച പോലെ ഉണ്ടല്ലോ. ഒരു കണക്കിന് രസമല്ലേ ഇവിടെ ജനിച്ചോണ്ട്? ഭംഗിയുള്ള കാഴ്ചയാ. നമ്മളപ്പോൾ ഇവിടെ വീടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ആണ്. അതിലും അടിപൊളിയാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് മറ്റേ വലിയ മലയുണ്ട്, അക്കരമല. അതപ്പോൾ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഉമ്മ എന്താ ഉദ്ദേശം? എൻ്റെ കയ്യിൽ ഇപ്പോൾ ബിസ്ക്കറ്റൊന്നുമില്ല. അക്കരെ പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. രാവിലെ വന്നാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരും? കളിയാണോ? എങ്ങോട്ടാ ചിന്നു എല്ലാത്തിനും കൂടെ വിളിച്ചോണ്ട് പോകുന്നേ? ഇറങ്ങി പുറത്ത് പോയി കളിക്ക്. ചെല്ല. അതെ ആരൊക്കെയോ വന്നു. ചെല്ലേ. കള്ളന്മാർ പിടിച്ചോ കള്ളന്മാർ. എല്ലാത്തിനെയും പറ്റിച്ചേ. ചിന്നുവിന് മനസ്സിലായേ? കയറ്റത്തില്ല.
ആരാ അത്? നീ എന്നെ തുളച്ചിരിപ്പുണ്ടായിരുന്നു. രാജകീയമായ കിടപ്പ് നോക്കിയ എവിടെയാന്ന്. ആയ് നല്ല വെയിൽ, മഴ കഴിഞ്ഞിട്ടുള്ള വെയിൽ. തെങ്ങ് കയറാൻ ആൾ വന്നിട്ടുണ്ടേ. നോക്കട്ടെ കാണാൻ പറ്റുമോന്നേ. ആളുണ്ട്. തേങ്ങയുണ്ടാ? തേങ്ങയുണ്ട്, തെങ്ങ് വെട്ടുന്ന ആളുമുണ്ട്. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും എന്തോ ചിന്നു, അങ്ങനെ നമുക്ക് വീണ്ടും നേരം വെളുത്തിരിക്കുകയാണ്. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ഇവിടുത്തെ മഞ്ഞ് കണ്ടോ? മഞ്ഞ്, കോടമഞ്ഞ് അടുക്കളയിലെ പുകയാണ്. അപ്പോൾ ഇന്ന് 2-3 ചേച്ചിമാർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാട് കളയാനും ഒക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റത്തില്ല, അമ്മയെക്കൊണ്ടും പറ്റൂല, വിരൽ പൊട്ടിപ്പഴുക്കും നമ്മളതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് നിന്നാലേ. എടാ കള്ള സൂര്യ, മരക്കൊമ്പേ കയറി ഇരിക്കുക നീ. അണ്ണാണിയും കിടും ഇപ്പോൾ വരും. ഇപ്പോൾ ഷൊർണൂർ എങ്ങാണ്ട് എത്തി. എനിക്ക് വൈകിട്ട് 6 മണി എങ്ങാണ്ടാകുമ്പോഴത്തേക്ക് വരും. എന്തോ അമ്മേ, എൻ്റെ ഈച്ചപ്പശ തീർന്നോ? കിച്ചുവിനോട് പറ പോയി മേടിച്ചിട്ട് വരാൻ. മീൻകറിയൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചു. അടുക്കളയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം നമുക്കിനി ടിന്നുകളെല്ലാം താഴത്ത് ഇറക്കി വെച്ച് പൊടിയടിച്ച് എല്ലാം ഒന്ന് തുടച്ച് ഷോക്കേസ് പോലെയുള്ള എൻ്റെ എല്ലാം ഗ്ലാസ്സൊക്കെ തുടച്ച് അങ്ങനെ കുറേ പരിപാടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് പാത്രങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടതൊഴികെ ബാക്കി വേറെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്, കുറച്ച് 1-2 ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചേക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലിട്ട് തട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളിടയ്ക്ക് വാടകയ്ക്ക് താമസിക്കാൻ പോയതുകൊണ്ടും ഇവിടെ അവിടെയും കൂടെ കുറേ പാത്രമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വേണ്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അതൊരു വലിയ പണിയാണ്. ഹലോ, എൻ്റെ പുറത്ത് ചാരിയേ ഇരിക്കുള്ളൂ. എനിക്കറിയാം ഈയിടെയായിട്ട് ഞാൻ വിടുന്ന വീഡിയോയിലൊന്നും ഒരു കണ്ടൻറ്റും ഇല്ലെന്ന്. പിന്നെ ആകെ ഒരു സമാധാനം, പണ്ട് തൊട്ടേ അത് അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്താ കണ്ടൻറ്റുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത്. അയ്യേ പറ്റി. നമ്മളെന്താണോ അതങ്ങ് എടുക്കുക, അതങ്ങ് ഇടുക, അതങ്ങ് കാണുക. ഇഷ്ടമുള്ളവർ അതങ്ങ് കാണും, അവർക്ക് സന്തോഷമാകും. ഇഷ്ടമില്ലാത്തവർ അത് കാണാതെയോ കണ്ടിട്ടോ ഇരുന്ന് കുറ്റം പറയും. നമ്മളൊക്കെ ജീവിതം, നമ്മളൊക്കെ വീട്ടിലെങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ വീഡിയോയും. ചിലർ വീട്ടിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളമുള്ള, ചിലവരാന്നിരിക്കും, ചിലർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും. കുറച്ച് പേരിങ്ങനെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും, കുറച്ച് പേര് മൊബൈൽ കുത്താണ്ട് ബാക്കിയുള്ളവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെ തിരിച്ചു മറിച്ചും തന്നെ പിന്നെ കാണുന്നത്. പിന്നെ എന്നും ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ വീട് തന്നെ എല്ലാം അല്ലേ. അപ്പോൾ ഒരുപാട് സാമ്യതകളുണ്ടാവും. നമ്മളെ പട്ടി, നമ്മളെ വീട്, നമ്മളെ കൂട് അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഹലോ, ഒരു ലൈറ്റ് കുറവുണ്ടോന്നേ. ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു ഗൈസ്. ചിമ്മിനിയല്ല ഇപ്പോൾ പൊളിക്കാനുള്ളതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വെറുതെ മെനക്കെട്ട് ചിമ്മിനി. എനിക്ക് എവനെ കൊടുത്തു വിടട്ടെന്നോ? എന്തിനു വേണ്ടി തിളക്കുന്ന വെള്ളം? ഉറുമ്പാ അമ്മ? ഉറുമ്പ് പഞ്ചസാര കയറുന്നത് നല്ലതിനാ. ഗൃഹനാഥയ്ക്ക് എന്തോ സൗന്ദര്യം കൂടാനാ. അമ്മ കേട്ടിട്ടില്ല? ചോനലോ കൈർഹ ഗൃഹനാഥ സൗന്ദര്യമഹ കേട്ടിട്ടില്ല? അങ്ങോട്ട് ചൊല്ലുണ്ട്. എൻ്റെ അമ്മയുടെ സൗന്ദര്യം ഓടി കളിക്കുന്നതുണ്ട. അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്, 5 പേര് ചായ കൊടുത്താൽ ചോദിച്ചാൽ 5 തവണയായിട്ട് ചായ ഇടും. പറയുന്നില്ലേ ഒന്നും? ഒന്ന് പുഞ്ചിരിച്ച് ഹായ്. ആ സൂര്യൻ്റെ വെളിച്ചം മുഖത്തേക്ക് വരുന്നത്. ആദ്യം അവനെന്തിനാ ചായ ആർച്ചൊക്കെ കൊടുക്കുന്നത്? ഓ അങ്ങനെ ചായയൊക്കെ ആർച്ചൊക്കെ കൊടുക്ക്. അവൻ വളർന്ന് കിടുവല്ല ശരിയാ. ഇത്രയും പേരെ ഇൻസ്റ്റാഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവൻ 1/2 ഗ്ലാസ് ചായ ആർച്ചു കൊടുക്കണമെന്ന്. നമുക്ക് പെയിന്റ് അടിക്കാം കിച്ചു. പെയിന്റ് അടിക്കാനുള്ള സാധനം മേടിച്ച് നമുക്ക് 2 കൂടെ പെയിന്റ് അടിച്ചാലോ? വേണ്ട തീരണ്ട, പതുക്കെ തീർ. ഇഷ്ടം പോലെ സമയമുണ്ട്.
നല്ല രസമായിരിക്കും, നമുക്ക് പെയിന്റ് ഇടാം. നല്ല രസമാണ് ഈ പരിപാടി. പെയിന്റ് അടിപ്പിച്ച് വീഴാനല്ലേ? അമ്മ പെയിന്റ് അടിച്ച് തുടങ്ങുന്നതിന് മുന്നേ അമ്മ ഇങ്ങനെ ഭാവി കാര്യങ്ങളെ പറ്റി പറയാതെ. അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ? അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയെ വാ പെയിന്റ് അടിച്ചതാ. പെയിന്റ് ഇപ്പോഴും തറക്കണം, അവിടെ കിടന്നോട്ടെ. അമ്മയെ വാ പെയിന്റ് അടിച്ചതാ, അല്ലെ താഴെ വീഴുന്ന പെയിന്റ് അമ്മയെ ക്യാച്ച് എടുക്കുന്ന വല്ലതും പറയുന്നുണ്ടോ അമ്മയോട്? പിന്നെ അമ്മയുടെ പ്രശ്നം എന്തുവാ? സുലഭയുടെ മുടിയുടെ രഹസ്യം എല്ലാം അച്ചാച്ചി തന്നെയാണ്. അത് അന്നാണ് അച്ചാച്ചി പറഞ്ഞു വരുന്നത്, പക്ഷെ അല്ല. ആ ഉണ്ട് മണിയെണ്ണം കണ്ടോ? മണിയെണ്ണം ഞാൻ പറഞ്ഞിട്ടിട്ട കരിക്ക. അയ്യടാ പണ്ടൊക്കെ ഇങ്ങോട്ട് ഇളങ്കരിക്ക് മതി, ഇളങ്കരിക്ക് മതി. പണ്ടൊക്കെ ഒരു കരിക്കണം, ഇതിന്റെയൊക്കെ കാല് പിടിക്കണമായിരുന്നു. എന്നോട് ചോദിച്ചു എന്നാലേ ഞാൻ കരിക്ക് തരത്തുള്ളൂ. എന്നെ നിർബന്ധിക്കും, ഫോൺ വിളിച്ച് നിർബന്ധിക്കും, എന്നാ കരിക്ക് തരാം. ഇതെന്താ പ്രകൃതിയൊക്കെ ഒരു ഭയങ്കര സൗന്ദര്യം ഉണ്ടല്ലോ. മഴ പെയ്തു തോന്നുന്നില്ല. പെണ്ണുങ്ങൾ വന്നോ ചേച്ചി? ചേച്ചിമാർ നാളെ വരത്തുള്ളൂ. നന്നായി, എനിക്ക് കുറച്ച് വേണ്ട. ചേച്ചി വേറൊരു കാര്യമുണ്ട് കണ്ടോ, നമ്മൾ ക്രിയേറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം വേണ്ടത് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം പോകാൻ. അതിനാണിത്. കിടുവിൻ്റെ ബോള് ഇങ്ങനെ പാം ഇങ്ങനെ പല്ലൊക്കെ പല്ല് തേക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ജീവിതത്തിൽ? നന്നായിട്ടില്ലേ? കണ്ടോ കണ്ടോ കിണുകിട വെള്ളത്തില്ലേ? കിണുകിട എന്താ ജാനോ? ജാൻമണി ഞാനിപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നു. നോക്കി ഓ വായിക്കുക. കൊച്ചച്ഛനും മോളും കൂടെ പോന്നു. ചാച്ചൻ ഇതുവരെ എണ്ണിട്ടിട്ടില്ല. കൊച്ചച്ഛനും മോളും കൂടെ അവിടെ പോകാം, ബൈക്കാലോ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയ പാത്തുനെ കൊണ്ട് എങ്ങാണ്ട് പോകണമെന്നും പറഞ്ഞ്. നിനക്ക് എവിടെ പത്ര വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോക്കോ പത്തനംതിട്ടയ്ക്ക്? അതായത് ഇപ്പോൾ സ്കൂട്ടിയുടെ ആയിക്കോട്ടെ. നീ എല്ലാവരും അങ്ങ് പെറുക്കിയിട് വണ്ടിയിൽ. എടാ അവൾക്ക് അങ്ങനെ, അവളുടെ എല്ലാം എങ്ങനെയാണ്? ഈ രോമത്തിൻ്റെ പച്ചപ്പ് മാത്രമേ ഉള്ളൂ ആ ചട്ടിക്ക്. എടാ അതിനെ ഒന്ന് സ്നേഹിക്കടാ, സ്നേഹത്തിൻ്റെ അസുഖമുള്ള വെച്ചാ. ആരേതുവഴി പോയാലും അവളെ സ്നേഹിച്ചോണം. എൻ്റെ പുറകെ വേറൊരെണ്ണം വരുന്നുണ്ട്, സിംഹക്കുട്ടൻ. ഒറ്റ വിളി വിളിച്ചാൽ മതി, ഇപ്പം വരും. അതെ, കടിക്കുന്ന സിംഹം. വെറുതെ അങ്ങ് കടിക്കുക. അമ്മ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എന്നെ എന്തോ വലിക്കുന്നത്, എന്തെന്നറിയോ? ഞാൻ കസേര ഇരുന്നപ്പോൾ എന്നെ എന്തോ വലിക്കുന്നത്. എനിക്ക് വള്ളി, ഉടുപ്പിൻ്റെ വള്ളിയെ പിടിച്ച് എന്നെ പുറകോട്ട് വലിച്ചോണ്ട് പോവുക. നീ വെട്ടാതിയോ, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ തന്നേ. ഓ പറയുന്നുണ്ടാണോ പ്രശ്നം? അമ്മ കിച്ചുവിന് ചായ വേണോന്ന് എനിക്കും. അമ്മ കിച്ചുവിന് ചായ കൂടമ്മേ. അമ്മേ കിച്ചുവിന് ചായ കൂടമ്മേ. എന്നിട്ട് വേസ്റ്റ് വരുന്ന ചായ എൻ്റെ ഗ്ലാസ്സിൽ ഒഴിച്ചോ കേട്ടോ. കിച്ചുവിന് കൊടുത്തിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്ലാസ്സിൽ ഒഴിച്ചേരേ. അടുത്തതായി നിങ്ങൾ കാണുന്നത് 21 വയസ്സിനിടെ ആദ്യമായിട്ട് കരിക്ക് വെട്ടുന്ന ഒരു കുട്ടിയുടെ ദീനരോധനം കാണിച്ചു തരാം ലൈവായിട്ട്. ചക്കമരം അങ്ങനെ പറ. നിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നീ അങ്ങനെ എടാ പാത്രം വെള്ളം കൊടുക്കണം. പ്ലാവ് വെട്ടിയ കഥയാണേ. നല്ലതല്ലേ? ചക്ക ഉണ്ടായിരുന്നു പ്ലാവേ. എൻ്റെ ടെൻഷൻ അതാ. പാത്തെന്ത് പറ്റി? പാത്രം ഒരു ചമ്മല്. ഇത് കരിക്കല്ല മോനെ, അവിടെ അകത്ത് ചാരി ഇട്ടിട്ടുണ്ട്, അതാ കരിക്ക്. ഇതൊന്ന് കുലുക്കി നോക്കിയാടാ. തേങ്ങയാണോ കരിക്ക? ഇത് തേങ്ങയാടാ, തേങ്ങയാ. കുലുക്കുമ്പോൾ വെള്ളം കുലുങ്ങുവാണെ തേങ്ങ, വെള്ളം കുലുങ്ങിയില്ലെങ്കിൽ കരിക്ക്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അമ്മ എങ്ങോട്ടാ വഴി തെറ്റി പോന്നേ? ഹലോ, ഈച്ചപ്പശ വന്ന് നീ ഇവിടെ കയറരുത്. ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ പട്ടിക്കൂട് മാറ്റി വെക്കുന്നു. കുലുങ്ങുന്നില്ല കരിക്ക. കരിക്ക വെള്ളം കുലുങ്ങുമ്പോൾ തേങ്ങ വിളയും തോറും വെള്ളം കുറയും. അപ്പം തേങ്ങ കുലുങ്ങും, വെള്ളം കുലുങ്ങും. ഇത് കരിക്കിന് വെയിറ്റും കാണും, വെള്ളം കുലുങ്ങത്തുമില്ല. ആ ഫുള്ളായതുകൊണ്ട് ആടാ. അയ്യോ, നീ സാധാരണ കുടിക്കുമ്പോൾ ഏത് സൈഡ് വേണേലും വെട്ടാൻ വെട്ടിക്കോ. നിനക്ക് ചിലപ്പോൾ തലയിലല്ലേ കാലിരിക്കുന്നേ? കാലിലെ കൊണ്ടുവച്ച് വെട്ട്, കല്ലേല്. ഇതൊരു ഷോർട്സ് എടുത്ത് വെക്കായിരുന്നു. കണ്ണാപ്പി സ്റ്റൈൽ കരിക്ക് വെട്ട്. എൻ്റെ പട്ടിയുടെ തല ഇങ്ങ് തരണേ. എടാ പൊട്ടാ, നീ ഒന്ന് കറങ്ങിയിരുന്ന പട്ടി വന്ന് മുന്നിൽ നിൽക്കത്തില്ലയോ? അയ്യോ അറിവുള്ളവനെ. അമ്മ എന്തോ അമ്മ കമൻ്റ് ഇടുന്നവരുടെ കണ്ണിൽ കൂടെ മാത്രം കാണുന്നേ. മണിയണ്ണ
കാണണമെങ്കിൽ കണ്ടോ, ഇനി കാണാൻ കിട്ടൂല ഇത്. അതെ, ഞങ്ങൾ പത്തനംതിട്ട അല്ലല്ലോ. പത്തനംതിട്ട കരിക്ക് വെട്ടുന്ന ഇങ്ങനെയാ. പത്തനംതിട്ടക്കാർ ഇതിനെ ഓടിക്കും. അയ്യോ, ബുക്ക് കൊടുത്ത് കാട്ടിലെ ഓന്ത്. എടാ, ഓന്തിനെയൊന്നും നിനക്ക് അറിയത്തില്ലായിരുന്നോ? വിരൽ വെട്ടില്ലേ? പാത്ത് വരെ ചിരിച്ചോണ്ട് ഓടുന്നു. അണ്ണാണി ഇല്ലാണ്ട് പോയല്ലോ ഇത് കാണാൻ. എടാ, അതിന്റെ ചുണ്ട് അങ്ങനെ ആയതുകൊണ്ട് ആ കല്ലിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ചുണ്ട് പുറത്തേക്ക് എത്തുന്ന പോലെ വെട്ട്. വാക്കത്തിയുടെ ചുണ്ട് പുറത്തോട്ടേ വരാവോ? അയ്യോ, ഈസ്റ്ററിന്ന് മാറി പോടാ അവിടുന്ന്. തങ്കക്കുടത്തിനെ പറ്റി അപവാദം പറയുന്നോ? ഇപ്പം വെട്ട് വീഴുന്നുണ്ടോ? ആ, പിച്ചാത്തിക്ക് കറുക്കത്തിക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇത് വെച്ച് വെട്ടാൻ അറിയാത്ത നീ അത് വെച്ച് വെട്ടിട്ടും കാര്യമില്ല. എടാ, നിന്റെ ഡിക്കി നോക്കി ഉന്നം വെച്ച് നിപ്പുണ്ടോ അവളടക്കെ? ഒരിടിക്ക് നീ അങ്ങ് ചെല്ലും. ഈ വെള്ളം മിക്കവാറും ഒഴുകിപ്പോ. ഏത് നല്ല സ്റ്റൈലാണ്. ഈ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം, അല്ലേ കാണുന്നവർക്ക് ബോറടിക്കുമെന്ന്. ഞാനേ തേങ്ങയോടാണോ മൂപ്പിക്കുന്നേ? നിന്റെ ആരാധികമാരെല്ലാം ഇന്ന് തിരിച്ചു പോകും. കാരണം മയങ്ങി വീണാൽ ഒരിളനീര് വെട്ടിത്തരണമെങ്കിൽ അവള് ബോധം കെട്ട് കിടക്കുന്നവൾ എണീറ്റ് വന്ന് വൈകിട്ട് ജോലിക്ക് പോയിട്ട് വന്നാലും നീ അത് വെട്ടിത്തീരൂല. ആ, ഏതാടാ അവള്? ഇനി അവിടെ പേരിടൊന്ന് പറ. അവക്കല്ലല്ലോ, അവളുമാർക്കല്ലേ. ഹലോ, വണ്ടിയുടെ കാറ്റ് ഉരുവിട്ട് കഴിഞ്ഞോ? ഹലോ, ഡയറി മിൽക്കേ, മണ്ണെണ്ണ കെട്ടി ജീവനും കൊണ്ട് ഓടുന്നു നോക്കിയേ. അതെന്താണ് ഇത്ര ബഹുമാനം? അതറിയാൻ തോന്നുക. പോക്കും വരവും കണ്ടിട്ട് അറിയാമെന്ന് മനസ്സിലായി. ഇനി ഒരെണ്ണം കൂടെ അത് പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ നീ പെടും. ആരല്ലേ 21ാമത്തെ വയസ്സ് ആദ്യമായിട്ടല്ലേ? ഇല്ല, തെങ്ങിലോട്ട് കയറാനൂടെ പഠിക്കായിരുന്നു. തെങ്ങ് കയറ്റായിരുന്നു ഇവനെ. വെയിലത്തൊന്ന് മാറിയിരിക്കാം. ചേച്ചി പറഞ്ഞു കേട്ടോ, നീ സൂര്യനെ കണ്ണു വെക്കുമെന്ന്. അമ്മ, അച്ചാച്ചിക്ക് ചായ. എനിക്കും. ഇതേതാ ഒരു പരിചയമില്ലാതെ ഇത്രയും വലിയ തൂവല്? സത്യം പറ, ഇവിടെ ആരാ വന്നിട്ട് പോയേ? എടാ നോക്കടാ, ലവ് ബേർഡ്സിൻ്റെ ലൈനാന്ന് തോന്നുന്നത്. നിൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ആരുടെയും തൂവലാണോടാ ഇത്? കണ്ടിട്ട് നോക്കിയേ. ആ, നിനക്ക് ചേരുന്നുണ്ടാ. ഈടാ ആകാശത്തിൻ്റെ ഒരു നിറം. ഇന്ന് രാവിലെ തൊട്ട് ആകാശം ഇനി ചില്ല് മൂടില്ലെന്ന്. ഇത് പണ്ടിവിടെ മേളിൽ ഈറയില മേഞ്ഞൊരു കൊച്ചു ഷെഡുണ്ടായിരുന്നു. അത് അച്ചാച്ചി അന്ന് ചെയ്യിപ്പിച്ച, അതായത് ഒരു കട്ടിൽ പോലൊരു സാധനം, 4 കാലുള്ള ഒരു കട്ടിലിൻ്റെ ഒരു സൈഡിൽ ബാക്ക് സൈഡ് ഇങ്ങനെ കവർ ചെയ്തിട്ട് റൂഫ് പോലെ വരും. ആ റൂഫ് ഈ ഒറ്റ പീസാണ് ഈറയില മേഞ്ഞേക്കുക. ഒരു ഡബിൾ കട്ടിലിൻ്റെ സൈസേ ഉള്ളൂ സംഭവം. പിന്നെ അച്ചാച്ചി ഈറയൊക്കെ വളച്ച് കെട്ടി മുന്നിലൊരു കുഞ്ഞൊരടുപ്പും സംഭവം സെറ്റ് ചെയ്തു നമ്മുടെ തൊട്ട് മേളിൽ. ഇപ്പം അജയ് നിൽക്കുന്നില്ലേ അവിടെ കൊണ്ട് ആ മലയിലോട്ട് നോക്കണം. എന്നാ വ്യൂ ആയിരുന്നു അറിയാം. മഴക്കാലത്തൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഈറയില മേഞ്ഞല്ലായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടകം കമത്തി വെച്ചിരിക്കുന്ന ഈ ഏരിയയിൽ ഈ മാവിൻ്റെ തണലിൽ അതുപോലൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈറയിലയല്ല, ഓലമേഞ്ഞ്. നീ ഓലമെടയണം. നിനക്കറിയാം ഓലമെടയാൻ? അങ്ങനെ ആ, നീ യൂട്യൂബിൽ നോക്കി ചെയ്തില്ലേ? പ്രത്യേകതരം ഓലകൾ വേണം. അതെ, വേണം. മറ്റേ ഇതല്ലേ താളിയോല? ആ, പേന വേണം, മറ്റേ പണ്ടത്തെ കൂട്ട്. ആരകൻ വെച്ച് ഓലയിൽ എഴുതി പഠിച്ചോനവൻ. നീ വെള്ളത്തിൽ കിടന്നാണോ എഴുതിയേ? എന്ത് ചൂല് വരെ മെടയുന്നവനവൻ. കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു ഓന്തിനെ കണ്ടിട്ട് എന്ത് ജീവിയാന്ന് ചോദിച്ചത് മണിയണ്ണനോട്. അച്ചാച്ചി അറിഞ്ഞോ? അവൻ ഇഗ്വാനെ അറിയത്തില്ല, ഓന്തിനെ അറിയില്ല. അവനെ മുറ്റത്ത് മണ്ണും ചെളിയും പെരളാണ്ട് വളർത്തിക്കൊണ്ട് വന്ന കൊച്ച, കാറ്റ് പോലും അടിക്കാണ്ട്. അത് ചിലപ്പോ നീ ഉണ്ടല്ലോ മാവനെ കണ്ടതായിരിക്കും. അതെ അതെ. ഇതൊക്കെ ചായ വേണോ? സുലുവമ്മേനെ സോപ്പിട്ടോണ്ടിരിക്കുന്നു. നോക്കിയേ, സുലുവമ്മയുടെ കൂട്ടുകാരിയാണോ? 5 മിനിറ്റിൽ താഴെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് കുറച്ച് മുന്നേ മേളിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ വ്യക്തി ഈ ചായയും കൊണ്ട് വാ, ഞാൻ ചായയൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ചായ ഇട്ടുകൊണ്ട് വരുമെന്ന് ഓർക്കട്ടെ.
കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ താഴോട്ട് വരുവാന്ന് പറഞ്ഞല്ലോ. ചിന്നു, നീയാണോ ഭാര്യ? ഞാനാണോ? നീയാണല്ലോ. എന്നാ ചായ കൂടെ കൊണ്ടുകൊടു. ആ തിരിച്ചു അങ്ങനെയാ. ബാത്തു നമുക്ക് കപ്പ വേവിക്കാം. ഈ ഓർമ്മയുണ്ടോ ഇന്ദമുഖം, ഇന്ദമൂഞ്ചി? ഒരു പറങ്കാന്തോട്ടത്തിന് കുരങ്ങ് കാവല, കരിവനിത് കടിച്ചു പിടിക്കത്തില്ല. കശുവണ്ടി ഓടിയാൻ അഭ്യാസം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കുറേ ഏറെ പക്ഷേ ഞാൻ ചോദിക്കാൻ മറന്നു. പഴയ പഞ്ചായത്ത് മെമ്പറും വലിയ പുള്ളിയാണ്, 10-12 ഏക്കർ ഭൂമി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഒരിക്കലും പുള്ളി നമ്മൾ എത്ര വേണമെങ്കിലും പറിച്ചോളാൻ പറയും. പക്ഷേ പുള്ളി നമ്മളോട് പൈസ വാങ്ങിക്കത്തില്ല. അപ്പോൾ ഒന്നേ നമുക്കൊരു 4 തേങ്ങ, ഒരു 50 മുട്ട, ഒരു മൂട് പച്ചക്കപ്പ, ഒരു നാടൻ കോഴി, അല്ല ഒരു വാട്ടുകപ്പ്, ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ അയ്യത്തില്ലാത്താണ് ഇതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. കാര്യം അവൻ ബാക്കി പന്നി ആനയെ എല്ലാം ശല്യം ചെയ്തിട്ട് ഒരു കൃഷിയില്ല. അപ്പോൾ ഒരു കൊച്ചുവയ്ക്കലൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു പച്ചണ്ടിക്കറിയുടെ അതൊക്കെ നിനക്ക് താറാവ് അല്ല ചിക്കൻ ശരിയാക്കാൻ അറിയാവോ? 21 വയസ്സുവരെ നീ അത് ചെയ്തില്ല? ആ, ഇറച്ചിയാക്കി എടുക്കാൻ ഞാൻ കഴിക്കത്തില്ല. നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ രോമം കംപ്ലീറ്റ് നമുക്ക് കാര്യം അതിൻ്റെ തൊലി ഇതും കൂടെ നമുക്ക് 2 പേർ കൂടെ ചെയ്യാം. രോമം 2 പേർ കൂടെ കഴിക്കാം. എന്നിട്ട് തലമുടി നാടൻ കോഴി കഴിക്കുമോ നീ? പക്ഷെ നല്ല കറിയല്ലായിരുന്നു. നീ ഭയങ്കരമായിട്ട് അല്ല ഞാൻ നാടൻ കോഴി വെക്കാം. നാടൻ കോഴി താറാവ് കഴിഞ്ഞ ദിവസം വെച്ചല്ലേ? നാടൻ കോഴി വെച്ച് കുറേ ആയി. കഴിഞ്ഞ ദിവസം നീ എന്നോട് എന്തോ പറഞ്ഞേ? കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുലഭമുണ്ട്, എന്നെ പണി എടുപ്പിക്കത്തില്ലെന്ന്. ചെല്ല് തേങ്ങ പൊതിച്ചോട്. വെറുതെ നിനക്ക് പൊതിക്കാൻ ഇത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ പൊതിച്ചിട്ടുണ്ട് പാരല്ലേ? ഉണ്ട്? മറന്നു പോയെന്ന് നോക്കാം. 10 തേങ്ങ പൊതിക്കുമ്പോ അറിയാം നീ മറന്നോന്ന്. കേട്ടില്ല അണ്ണാണിയോട് അണ്ണാണിയോട് എന്തെങ്കിലും പണി ചെയ്യാൻ പറയുന്നത് കോളാ. തേങ്ങ എവിടാ? പാര എവിടാ? വാക്കത്തി എവിടാ? എട്ടത്തി എവിടാ? എവിടാ വെച്ചാ ബോധിക്കണ്ടേ? ഇത് തന്നെയാ ഇപ്പൊ വന്നതെന്ന് കിച്ചു. ഒരു കാര്യം എന്നോട് പറഞ്ഞ അല്ല, എനിക്കൊന്ന് ഇവനെ ഇപ്പൊ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എനിക്ക് സംശയം ചേച്ചി. ഇപ്പൊ എന്ത് പറഞ്ഞേൽപ്പിച്ചാലും സംശയം ചോദിച്ചു അവസാനം ഞാൻ പറയാം നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാന്ന്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? അവന്റെ അമ്മ എപ്പോഴും കാണുന്നത് അല്ല. ഇവന് കഴിഞ്ഞ ദിവസം ഇന്നലെ പൊങ്കാലയ്ക്ക് ചെല്ലാൻ കാര്യം പറഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞെന്ന് പണിക്കാരോ അവിടെ ഇല്ല, നീ അവിടെ നിൽക്കാൻ സഹായിക്കാൻ. പക്ഷെ പാവം മാമിയുടെ വിചാരം ഇവൻ ഇവിടുത്തെ പണി എല്ലാം ചെയ്യുന്ന ഇവനാന്ന്. ആറ്റിൽ വെള്ളം കുറഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ പാടും. അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം എന്തുവാ? ശാശ്വതമായിട്ടൊരു പരിഹാരം 6ന്റെ ഒരു ബ്രാഞ്ച് വെട്ടിയാലോ? ഞാനൊരു ചെറിയ കാര്യം 6ന്റെ ഒരു അക്കര മേടിച്ചാൽ ഇല്ലല്ല 2 ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യാം. 2 ദിവസം വെയിറ്റ് ചെയ്യുന്നതാണ് പരിപാടി. 2 ദിവസം വെള്ളം കുടിക്കണ്ട. എടോ ഏതേലും 2 തേങ്ങ എടുത്ത് പൊതിക്കും മോനെ. സുഖൂന്ന് പേരുള്ള തേങ്ങയുണ്ട്, ചോദിക്കും. എന്നിട്ട് അതെടുത്ത് പൊളിക്ക്. ആ സുഖണ്ണനുണ്ട്. ഇതെന്ത്? ആ കുഴപ്പമില്ല, അറിയാൻ തോന്നുന്നു. പിന്നല്ല ഇങ്ങനൊക്കെ പൊളിച്ച അമ്മ എപ്പോഴും നിന്നോട് പറയും. കുഞ്ഞാ കരിക്ക് വേണോ? കുഞ്ഞാ ഉണ്ടോ? നല്ല തേങ്ങ അങ്ങോട്ട് എടുത്തിട്ട്. ഇതൊക്കെ പാവം. നേരത്തെ കുഞ്ഞാവ് ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്ന, അങ്ങനെ കുഞ്ഞാവയ്ക്ക് അപ്രന്റീസായി. വീട്ടിലെ കാരണവന്മാരുള്ള തേങ്ങ എണ്ണ ഇട്ടിട്ട് ഒരു ദിവസം ഒരെണ്ണം അരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കൊക്കെ എന്തോ ഇതുകൊണ്ടല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ നാട് നിലനിന്ന് പോയത്. കിച്ചു, നീ ഫ്രീ ആയിരിക്കുമ്പം അതുകൊണ്ട് ആ സാധനം കണ്ടോ? അതിന് നീ എന്തുവാ പറയുന്നത്? ആ കുഴവിയും കല്ലും കൂടെ ഉള്ളതിന് അതിൻ്റെ പേരെന്തുവാ? നീ എന്തുവാ അതിന് പറയുന്നേ? നിങ്ങളുടെ പത്തനംതിട്ട എന്താ അത് പറയുന്നേ? അരകല്ല്, അമ്മിക്കല്ല്. എടാ ഇതാണോ അമ്മിക്കല്ല്? ഇതാണോ അമ്മിക്കല്ല്? എന്തൊരു കല്ല് വരെ ശരിയാ അല്ലടാ? കല്ല് ശരിയാ. ആ കല്ല് നീ തന്തവൈ വന്ന് തീർന്നടാ. നീ തീർന്നു കഴിഞ്ഞ് വിന്റേജ് ആയിട്ട്. അമ്മ ഒരു കൊട്ട കൊടുത്തേ. അമ്മ അമ്മ 12 തേങ്ങ മതിയോന്ന് കിച്ചു ചോദിക്കുന്നു. മതി മോനെ. 1.5 എന്ന് പറയുമ്പോ നീ എങ്ങനെയാടാ അത് പൊതിക്കുന്നത്? ചുമ്മാ അമ്മയുടെ നമ്പറാടാ. എടാ അത് അമ്മയുടെ നമ്പറാടാ മോനെ. മതിയെങ്കിൽ 10 എണ്ണം മതിയടാ. വയ്യെങ്കില് സുലഭം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കത്തില്ലെന്ന്. നിനക്കത് വേണം. പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുമോ അളിയ? പിന്നല്ല, അതെ ഒരു അമ്മ പെറ്റ അളിയന്മാര്.
ഇപ്പം മനസ്സിലായില്ലടാ ഞങ്ങൾ ഏതെങ്കിലും തോട്ടത്തിൽ തേങ്ങ പൊതിച്ചിട്ടായാലും ജീവിക്കുമെന്ന്. കണ്ടോ, ഞങ്ങൾ ഏതെങ്കിലും തോട്ടത്തിൽ പൊടി തട്ടിയിട്ടല്ലല്ലോ, ഞങ്ങൾ തേങ്ങ പൊതിച്ച് ജീവിക്കും. പാര വളയുമെന്ന് നിന്നുള്ള സ്നേഹം കൊണ്ടല്ല, പാര വളയാതിരിക്കാനാ. ശരിയാണല്ലോ, പറഞ്ഞില്ലേ കുഞ്ഞാവിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ടടാ. ഇതാണ് നീ ശാസ്ത്രീയമായിട്ട് തലകുത്തി മറിഞ്ഞത്. പിന്നെ കുത്താൻ നിൽക്കല്ല അതല്ല ഇങ്ങനെ. 2-3 കൂടെ പൊതിച്ച് കാണിച്ച ചേട്ടാന്നല്ലേ. നോക്കടാ, ആ ചകിരി വരുമ്പോൾ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ഇത് വെച്ച് കെട്ടിപ്പിടിക്കുക. അതുകൊണ്ട് ഞാനൊക്കെ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞു പഠിച്ചു ചെയ്തു എന്ന് ഓർക്കുമായിട്ട്. നീ ഇവിടെ വന്നത് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഏതൊക്കെ ഫീൽഡിലെന്നറിയാം നിനക്ക് ഇനി ജോലി. പാര വെച്ചേക്കുന്നത് തെറ്റിച്ചാടാ. ആ ആ അങ്ങനെ പോയി, ഇനി ശരിയാവും. മോന്ത കൊണ്ട് കുത്തരുത്. ആ ഇപ്പം ശരിയല്ലേ? വയറെന്ന് പറഞ്ഞാൽ വയറ് പിടിച്ചിരിക്കുന്ന നോക്കിയേ. എവിടെ അത്? ഏത് വയറെന്ന്? ചാക്കെടുത്ത് താഴെ വെക്കാനുള്ള മടി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിച്ചു തേങ്ങ പൊതിച്ച് സ്വന്തമായിട്ട് അവൻ്റെ അവസ്ഥ ഓർത്ത് അവൻ ചിരിക്കുക. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് വാട്ടുകപ്പ. എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ വീട്ടിൽ വാട്ടുകപ്പ എവിടെ ഇരിക്കുന്നത്? കള്ളന്മാർ വല്ലതും എടുക്കുന്നെങ്കിൽ എടുത്തോട്ടോ. എടുത്തിട്ട് പോകുമ്പോൾ ചാക്ക് കെട്ടി വെച്ചിട്ട് പോണേ, കാറ്റ് കയറാതെ. കഴുകിയിട്ട് നമുക്ക് കുതിർക്കാനിടാം. എൻ്റെ കുടുംബത്തിനെ കാണിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കേട്ടില്ലേ? കൈര ചക്കയുടെ കുഞ്ഞ് അറിയാവോ? കുഞ്ഞ് പിന്നെ ചത്തു. അയ്യോ പാവം, ഒന്ന് മേടിച്ച്. തണുപ്പുണ്ട്. കണ്ടോ കുഞ്ഞാക്ക് തല കരിമീൻ്റെ മിഷി മരിയത്. ഞാൻ മോരുകറി വെക്കാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ കഴിച്ചൊക്കെ വെച്ചിട്ടാ എൻ്റെ പ്രസിദ്ധമായ അന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. നല്ലതാന്ന് പറ. നല്ല സൂപ്പറാ. ശരിക്കും നല്ലതല്ലേ? ശരിക്കും നല്ലതല്ല. ആ ശരിക്കും. ഞാൻ പോയിട്ട് അന്ന് രക്ഷിക്കട്ടെ. കടുവ പിടിച്ച കാര്യമൊക്കെ പറഞ്ഞു. കിടുവിന്റെ കാര്യം പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ വീടോട് പോയി. ആരാ പറയുന്നത് കേട്ട് ആ മനുഷ്യൻ പോകുന്നിടം വരെ ഉള്ളെന്ന് ഇവിടെ വീഡിയോ. അങ്ങനെ എല്ലാത്തിനും കാരണം ആ പറഞ്ഞത് എവിടെ പോവാൻ അച്ചാച്ചി, അച്ചാച്ചി ഇവിടെ കാണും. ഈ കമന്റ് ഇട്ട നിങ്ങളുടെ എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, അവരുടെ മക്കളെയൊക്കെ കണ്ടിട്ട് അച്ചാച്ചി പോകുന്നതിനെ പറ്റി ചിന്തിക്കും. ചാരം ഇനി പറക്കാനൊരു സ്ഥലമില്ല, അതുപോലെ പറഞ്ഞു. ഇത് നമ്മുടെ വീട്ടിലത്തെ വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഒറ്റക്കൈ കൊണ്ട് വീഡിയോ എടുക്കും. കൊച്ചുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ചിലർ കടുകിടും, പക്ഷേ നമ്മൾ കടുകിടുന്നില്ല. ശകല ഉലുവ ഇടും കേട്ടോ. ഉലുവ ആദ്യം ഇടണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് ഓർത്ത്. അതുകൊണ്ട് ശകല വീഡിയോയും ഉലുവ എല്ലാം കൂടെ പറ്റുന്നില്ല. ശകല ഉലുവ ഇടുന്നവരാദ്യം ഇടുന്നതായിരിക്കും നല്ലത്. ദയവ് ഇത് നോക്കി പഠിക്കല്ലേ, ഞാൻ ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറ്റൊന്നും നോക്കി പഠിക്കണ്ട കേട്ടോ. നമുക്കിതിടാം തേങ്ങാക്കൊത്ത്. ചിലർ തേങ്ങാക്കൊത്ത് പിന്നീട് ഇടുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് തേങ്ങാക്കൊത്ത ഇടുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് ഞാനൊരു സൂത്രം ചോദിച്ചാൽ എനിക്ക് തരുമോ? ഒരു സാധനം ഞാൻ കുറേ ആയിട്ട് അന്വേഷിക്കുന്നത്, എനിക്ക് കിട്ടുന്നില്ല. പുളിമരം ഇല്ലേ, നമ്മുടെ വാളംപുളിയോ അതായത് ഒരു പുളിമരം, പുളിയുടെ മുട്ടിയെന്ന് നമ്മൾ പറയും. അതായത് പുളിയുടെ തടി, ഇറച്ചിയൊക്കെ വെട്ടി നുറുക്കുകയല്ലേ പീസാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു കഷ്ണം പുളിയുടെ ഇത് നമ്മളത് ഇറച്ചിക്കടയിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല, ഇത്തിരി നീളത്തിലൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ചെറിയ പീസായാലും മതി. ഇനി പൈസ തരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓൺലൈനിൽ വരെ നോക്കി പുളിയുടെ മുട്ടി ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു പുളിയുടെ കുറച്ച് തടി ആരുടെയും കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വന്നെടുത്തോളാം. തരണേ, തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കുഞ്ഞാവയ്ക്കും അച്ചാച്ചിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. ശകലം ഉപ്പിട്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് പോകും ഞാൻ? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തോന്നുന്നു. ആറ്റി കുളിച്ചോ? ആരുണ്ടായിരുന്നു കൂടെ? നിനക്ക് നീന്തറിയോ? പോണോ അവിടുന്ന്? നിനക്ക് തേങ്ങ അറിയാം. മണിയണ്ണോട് ഞാൻ ചോദിക്കും, എവിടെ പോയാ നീന്ത് പഠിച്ചേ? അറബിക്കടല്ലോ.
അത് ഞാനിങ്ങനെ നീന്താൻ തുടങ്ങിയപ്പോൾ വെള്ളം പറ്റി. ആ ശരി, ആയിക്കോട്ടെ. മസിൽ ബോഡിയും കാണിച്ചോണ്ട് പോവാ. കറി വെക്കാൻ നേരം നീ എനിക്കൊന്ന് പിടിച്ചു തന്നാ മതി. ആ ചീനച്ചട്ടിയിലൊന്ന് ഇളക്കണേ കിച്ചു, കരിയല്ലേ. വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ റെക്കമെൻഡേഷൻ ചെല്ലുന്നില്ല. ഈ റെക്കമെൻഡേഷൻ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന ഉടനെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ആ വീഡിയോ ഇട്ടു എന്നുള്ള നോട്ടിഫിക്കേഷൻ ചെല്ലേണ്ടതാണ്. പക്ഷെ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പേര് ചാനലിൻ്റെ ഡെയിലി സെർച്ച് ചെയ്യേണ്ടി വരുന്നു, അപ്പോഴേ പുതിയ വീഡിയോ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാലോ, വല്ലപ്പോഴും വർഷത്തിലൊരിക്കലോ അല്ല 2 വർഷത്തിലൊരിക്കലോ ഞാൻ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾ ബെല്ലൈക്കണും മറ്റേ ലൈക്കും ഒന്നും ചെയ്തില്ലെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്നില്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സബ്സ്ക്രൈബേഴ്സും സ്വയം തോന്നി സബ്സ്ക്രൈബ് ചെയ്തതാണ്, നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതല്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പിള്ളേരോടോ അല്ലെ അടുത്ത വീട്ടിലെ ചേച്ചിയോടോ ചേട്ടനോടോ ഒന്ന് ചോദിച്ചാൽ മതി. അമ്മമാരൊക്കെ കുറേ അമ്മമാർ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ മക്കളുടെ അടുത്തോ അല്ലെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ മതി. ഇനിയൊന്നും പറ്റില്ല എന്നോടൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്നും പറഞ്ഞൊരു ചുമന്ന ബട്ടണുണ്ട്, അതേ ഞെക്കിയാൽ മതി. നമ്മൾ പിന്നെ ലൈക്ക് വേണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം, അതൊന്നും വേണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അത് വീഡിയോ വന്നത് ഇങ്ങനെ തന്നെത്താനെ കാണാൻ പറ്റും. കുറേ അമ്മമാർ കാണുന്നുണ്ട്, അവരോട് പ്രത്യേകിച്ച് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുറക്കുന്ന ഉടനെ നമ്മുടെ വീഡിയോ ആദ്യം വരും, പുതിയ വീഡിയോ വരും. പുതിയ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ തുറക്കുന്ന ഉടനെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ നോട്ടിഫിക്കേഷൻ വരും അല്ലെ വീഡിയോ സ്ക്രീനിൽ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യാനല്ല പറയുന്നത്. നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള, നമ്മുടെ ഈ ഒരു ജീവിത രീതി ഇഷ്ടമുള്ള ആൾക്കാർക്ക്, സ്ഥിരം വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് 8,11,792 കുറച്ച് മുന്നേ ഞാൻ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ അണ്ണാണിയുടെ ഈ ഒച്ചപ്പാടും ബഹളവും ഉള്ളൂ. അണ്ണാണി കള്ള് കുടിക്കുന്നൊരു മനുഷ്യനല്ല, കള്ള് കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മറ്റുള്ള ഒരു ദുശീലവും ഇല്ല. അണ്ണാൻ്റെ ഒരൊറ്റ ദുശീലം എന്ന് പറഞ്ഞാൽ ഈ ഒച്ചത്തിലുള്ള വർത്തമാനമാണ്. ആരൊക്കെയോ അണ്ണാണ് മദ്യപാനിയാണ്, കള്ള് കുടിച്ചിട്ടുണ്ട്, ഏതാ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ അണ്ണാണി ഓവറായിട്ട് കുടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ ആര് നിങ്ങൾ പറഞ്ഞാലും ആ പാവം മനുഷ്യനെ മാത്രം പറയരുത്. കാരണം അതൊരു വേറൊരു ജീവിയാണ്. അത് പിന്നെ എപ്പോഴോ നേരത്തെ അച്ചാച്ചി കുടിക്കുമായിരുന്നല്ലോ, അപ്പോൾ അച്ചാച്ചി കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് അണ്ണാണി അതിൽ വെള്ളം ഒഴിച്ച് അറിയാണ്ടങ്ങ് ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ കാലി ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ച് ശകലം വെള്ളം വായിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു ചുവ വ്യത്യാസം, തുപ്പി ഓക്കാനിച്ചത് പുറത്തും കളഞ്ഞിട്ട് പോയി പല്ലും തേച്ചിട്ടിരുന്നവനാണ് അണ്ണാണി. അണ്ണാണിക്ക് ഒട്ടും കുടിക്കലില്ല, അങ്ങനത്തെ ഒരു ദുസ്വഭാവമില്ല. പാവത്തിൻ്റെ വർത്തമാനവും ഒച്ചപ്പാടും കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ആൾ വെള്ളമാണെന്നുള്ളത്. വെള്ളമല്ല, അത് പച്ചയാണ്, പാവമാണ്. അത്ര പാവമൊന്നുമല്ല, എന്നാലും എൻ്റെ അത്ര പാവമൊന്നുമല്ല കേട്ടോ. ഏറ്റവും പാവം ഞാനല്ലേ. എൻ്റെ പണ്ട് തൊട്ടേ ഞാൻ പറയുന്നല്ലോ, ഏറ്റവും സുന്ദരിയും കഴിവുള്ളതും സൽസ്വഭാവിയും അഹങ്കാരമില്ലാത്തതും ആയേ എൻ്റെ സ്വന്തം ഞാൻ തന്നെ. എന്താ കുമ്പിട്ടിരിക്കുന്നത്? അയ്യോ എൻ്റെ ഉള്ളി. നീയാണോ അവനെ ഉപദേശിക്കുന്നത്? പോടാവുന്നു. ഞാൻ ചുമ്മാ തമാശ തന്നെ കളിയല്ലേ. അവനെ ഞാൻ ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് ഇളക്കിയായിരുന്നു ഞാൻ. കിച്ചുവേ, നീ ചേച്ചിക്ക് വീഡിയോ എടുത്തു തരുന്നില്ല കേട്ടോ, നീ വീഡിയോ എടുത്തു തരുന്നില്ല. ഇപ്പം വരെ ഇവൻ്റെ ചാനൽ പോലായി. ഞാൻ ഇവന് വീഡിയോ എടുത്തു കൊടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഇവൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കിച്ചുവിൻ്റെ ചാനലായോ ഇത്? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനൊരു കുഴൽ, ഊതുന്ന കുഴൽ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം, ചിലയിടത്ത് വിറകുമില്ല. ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇളക്കുക, നല്ലോണം ഇളക്കിയിട്ട് ശകലം മഞ്ഞപ്പൊടി വേണ്ട പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കുക. അങ്ങനെ കൊണ്ടുപോയി ഇളത്തേക്ക് എടുക്കാൻ. അതുകൊണ്ട് ഞാൻ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ 2 പൂക്കൾ ഇങ്ങനെ വരില്ലേ, നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പൂ വരുന്നു, പിന്നെ അവർക്ക് കുട്ടിയാവത്തില്ലേ, അതുപോലെ ഞാൻ ഇനി കറി തീരുന്നത് കാണിച്ചു തരാം. മസാലകളൊക്കെ ചേർത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വെച്ചത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. നല്ല സൂപ്പർ കറി എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടേസ്റ്റ്. ഞാൻ ശകലം പെരിഞ്ചീരകം കൂടെ പൊടിച്ച് ചേർക്കണമെന്ന് ഓർത്താൽ, പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്. കറുവപ്പട്ടയും മറ്റേ തേസ്പത്തയും അതിൻ്റെ തക്കോലും ഇതെല്ലാം പൊടിക്കാണ്ടായിട്ടേക്കുന്നത് കേട്ടോ.
കറുവപ്പട്ടയൊക്കെ ഇങ്ങനെ കമ്പും കോലുമായിട്ട് കിടക്കുന്നത്, പക്ഷേ അത് നല്ലോണം ഇറങ്ങി. ഇത് വയനാടൻ കറുവപ്പട്ട, നല്ല ഫ്ലേവർ ഇതിന്. ചിക്കൻ മസാല ചേർക്കൂല കേട്ടോ. എൻ്റെ മറ്റൊരു കഴിവൂടെ ഇതൊക്കെ എന്ത് എൻ്റെ മറ്റൊരു കഴിവൂടെ പുറത്ത് വന്നിരിക്കുന്നു. ഞാനൊരു വലിയ കുക്കാണെന്ന് ഞാൻ തന്നെ തെളിയിച്ചിരിക്കുന്നു. പക്ഷെ നല്ല കറിയാട്ടോ. യൂട്യൂബ് വഴി കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചാറിങ്ങനെ തോണ്ടി ആന്ന് പറഞ്ഞേനെ. ഞങ്ങൾ നാക്കാൻ ഞാൻ തൂത്ത് തന്നിട്ടുണ്ടായിരുന്നു, അത്ര നല്ലതായിരുന്നു. വാ പൊളിച്ചേ എന്ന് പറയും, എന്നിട്ട് ഇങ്ങനെ തോണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അല്ലെ പറയും കൈ നീട്ടിക്കേ, ഞാൻ കയ്യിൽ ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ രണ്ടും പറ്റില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രണ്ടുപേരും ഒരു 5 മിനിറ്റ് മിണ്ടായിരുന്ന ഞാൻ എൻ്റെ ചിന്നും കൂടെ ഈ ഫോട്ടോഷൂട്ട് അങ്ങ് അവസാനിപ്പിച്ചേനെ. ചിന്നു, നിന്റെ ഗ്രൂം ടു ബി എവിടെ? ആയിക്കോടാ, സ്നേഹം നോക്കിയേ, ദർശനയുടെ സ്നേഹം. എന്താ ദച്ചനെ അവള് കുഞ്ഞോളി നോക്കിയേ. ചിന്നുവേ, എന്തൊരു സുന്ദരിയായത്. ചിന്നമണി, ദർശനെ, ചിന്നു, അമ്മയുടെ ചിന്നു. ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവോ? അല്ല എന്താ? നീ ആ മുല്ലപ്പ് പൊട്ടിച്ച് കളഞ്ഞല്ലേ? ദർശനയുടെ കുശുമ്പ് നോക്ക്. ദച്ചു എന്താ? ആ സമ്മതിച്ചു. എൻ്റെ മാല പൊട്ടിക്കല്ലേ ജാനുവേ. ആ കൊച്ചിൻ്റെ മുല്ലപ്പ് പൊട്ടിച്ച് കളയുമ്പോൾ നിനക്ക് എന്തുവായി കിട്ടുന്നേ? നമുക്കത് പൊട്ടിച്ച് കളയുന്നേ. മുല്ലപ്പ് പൊട്ടിച്ചെടുത്തോ? വെള്ളം പിടിക്കാൻ വിടറി. അമ്മ ആ മുല്ലപ്പൂ തട്ടിപ്പറിച്ച് വിടിയാനു. വാഴക്കൊല പഴുത്തിരിക്കുന്നു. കിടുവിന് സന്തോഷമാകും. അപ്പക്കിന്റെ ശുദ്ര കൊണ്ടുവന്നേ. അപ്പക്ക് കളിക്കാനാ? താങ്ക് യു. മോൻ കളിച്ചോ. നീ എവിടെ പോയതാടാ? മലപ്പുറത്ത് പോയിട്ട് എന്തോണ്ട് വിശേഷം? ചുമ പിടിച്ചോ? എന്നാത്ത് കണ്ടിട്ട് വരുമോ? കിടു എന്തോ കിടുവത്? മക്കൾ എന്തോ കഴിച്ചു? എടുത്ത് ആ വീഡിയോ ഉണ്ടല്ലോ ഡാമേജിന്റെ, നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. എടുക്കുന്നുണ്ട്. സാരമില്ല, അതെടുത്ത് കാണിയില്ല. അതെടുത്ത് കാണിക്കാമല്ലോ, സാരമില്ല, നമുക്കത് അവരോട് പറയാം. അല്ല, ലൈറ്റിന്റെ ഇതിൽ കാണിച്ചേ. ട്യൂബ് ഒന്ന് ഓഫ് ചെയ്താൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഒന്നുകൂടെ വെച്ചേ, അങ്ങനെ ഒന്നുകൂടെ അങ്ങനെ ഒന്ന് വെച്ചേ, ഒന്ന് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിട്ട്. കണ്ടോ കിടുമോനെ മാർക്കി? ആ കിടുവിനെ കണ്ടോ?